നമ്മൾ ട്രിപ്പിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടത് ഇപ്പൊ നമ്മൾ പോകുന്ന ഇടയ്ക്ക് അറിയാം മിനിഗോവിലേക്ക് കേട്ടോ. വണ്ടി പാർക്കിംഗ് വെച്ച് ഞാനും ആദ്യമായിട്ടാണ് മിനിഗോവിന്റെ ഉള്ളിലേക്ക് പോകുന്ന റൂട്ടും വഴിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. ഇവിടെ കുറെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. നമ്മളെപ്പോലെ വരുന്ന ആൾക്കാരോട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഇട്ട് പോകുന്നതിന്റെ ഒരു ഇതാട്ടത്. ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വൃത്തിയായി കൊണ്ടെടുക്കാൻ പറ്റണമെങ്കിൽ നമ്മളെല്ലാവരും പോകുന്നവർ ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കൊട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കൊണ്ടുപോയി ഇടുക, ചാക്കുണ്ട് അതിലൊക്കെ കൊണ്ടുപോയി ഇട്ടോ. അപ്പോൾ വേസ്റ്റ് നമ്മൾ അടിപൊളി ഇടാണ്ടിരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാലുള്ള ഒരു വ്യൂ ഉണ്ടോ. നമ്മളെ പാർട്ടിക്ക് നമ്മൾ വഴിയും കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് അവരെങ്ങനെ കൊണ്ടുപോകാട്ടോ. അപ്പോൾ തൊട്ടടുത്ത് ചെറിയ ബോട്ടും കാര്യങ്ങളും അതേപോലെ തന്നെ തോണിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ചെറിയ സവാരി നടത്തുന്നുണ്ട്. അങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ആട്ടത്. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഒരുപാട് റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഒരു വൈബ് പറഞ്ഞ അടിപൊളിയാട്ടോ. അപ്പൊ നമ്മളെ പാർട്ടി മാക്സിമം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഓരവിടെ ചില്ല് ചെയ്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കടലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ വഴികളും കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ നല്ല വൈബാട്ടോ. മക്കൾക്കും അതേ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്പോട്ടാണ്. കൂടുതലായിട്ട് ഇവിടെ ഫാമിലീസ് അതുപോലെ തന്നെ അങ്ങനത്തെ ആൾക്കാർ മാത്രമല്ല കേട്ടോ, ഒരുപാട് കപ്പിൾസിനെ അതുപോലെ തന്നെ കോഴിക്കോട് സരോവരത്ത് കാണുന്ന കാഴ്ചകളും ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ വണ്ടിയിട്ട് വരുമ്പോൾ നമ്മൾ 26 സീറ്റ് ട്രാവലർ മാക്സിമം നമ്മൾ മിനിഗോവന്റെ ഈ ഒരു ഏരിയന്റെ അടുത്തേക്കായിട്ട് എത്തുട്ടോ. അവിടെ പാർക്കിങ്ങിലാണ് വണ്ടി വെച്ചാൽ മതി. അതുപോലെ തന്നെ 26 സീറ്റിന് മുകളിലേക്കുള്ള വണ്ടികൾ വരികയാണെങ്കിൽ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. ഉള്ളിലേക്ക് വരാൻ 49 സീറ്റ് ബസ്സിൽ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നമുക്ക് ഒരു ഓട്ടോ സർവീസോ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. നമ്മൾ പാർക്കിങ്ങിന്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ കാരണം കുറച്ച് ഉള്ളിലേക്ക് ഒരു 1.5 കിലോമീറ്ററിന്റെ അടുത്ത് നടക്കാനുണ്ട്. അപ്പോൾ കാലിന് വയ്യാത്തൊരു പ്രായമായ ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. സെൻട്രൽ ഭാഗത്ത് മാത്രമായിട്ട് കര, ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട അടിപൊളി ഒരു വൈബ് തന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ. ചുറ്റും ഇതുപോലെ തന്നെ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വരും കേട്ടോ. ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടൊക്കെ അടിച്ചു വിളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാപ്പാട് പോയി അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ടേക്ക് കെയർ, ബൈ.